Hello everyone, I am Sameera Ajmal. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബ്രിട്ടൻ ബിറ്റ്വീൻ ദ വേൾഡ് വാർസ്, അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914, അവസാനിക്കുന്നത് 18. ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നീട് കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് അടുത്ത രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലോക മഹായുദ്ധങ്ങൾക്കിടയിൽ ബ്രിട്ടൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ബ്രിട്ടന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1939 അവസാനിക്കുന്നത് 45. അപ്പൊ നമ്മൾ നോക്കുന്നത് 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച കാലഘട്ടത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുന്നിലുള്ള ഈ കാലഘട്ടത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം, യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു കാലഘട്ടം പീരീഡ് ഓഫ് പീസ്, അതുപോലെ സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ബ്രിട്ടൻ സ്റ്റേബിൾ ആയി നിന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ബ്രിട്ടനിൽ മാറി. ആ ഒരു യുദ്ധം ഇല്ലാത്ത ആ ഇടയിലുള്ള കാലഘട്ടത്തിൽ, അതായത് ലിബറൽ പാർട്ടി ആയിരുന്നു അവിടുത്തെ ഡൊമിനന്റ് ആയിട്ടുള്ള പാർട്ടി. ആ പാർട്ടിയുടെ തകർച്ചയുടെ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് അയർലൻഡ് പുതിയൊരു സ്വതന്ത്ര രാജ്യമായിട്ട് UK നിന്ന് പുറത്തു വരുന്ന ആ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഈ നമ്മൾ കണ്ട ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു ഡിവിഷൻ മാറ്റിവെച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഈ അയർലൻഡിന്റെ ഡിവിഷൻ സാധ്യമായി. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ട ഒരു കാലഘട്ടവും കൂടിയാണ് ബ്രിട്ടൻ. നമുക്കറിയാം, ഏതൊരു യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായ ഒരുപാട് സാമ്പത്തിക തകർച്ചയുണ്ടാവും. അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടു. അൺഎംപ്ലോയ്മെന്റ് ആണ് മറ്റൊരു പ്രശ്നം, തൊഴിലില്ലായ്മ. അതുപോലെ തന്നെ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബ്രിട്ടീഷ് സൊസൈറ്റി, ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ചിന്താഗതിയിൽ, മനോഭാവങ്ങളിൽ, ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു. അതായത് ട്രഡീഷണലായിട്ട് പാരമ്പര്യമായി അവർ ഫോളോ ചെയ്യുന്ന പല നോംസുകളും രീതികളും റിജക്റ്റ് ചെയ്ത് അവരെ എതിർത്തു. പുതിയ ചിന്താഗതികൾ വളർന്നു വന്നു. അതുപോലെ ജനങ്ങൾക്കൊരു സെൽഫ് കോൺഷ്യസ്നെസ്, സ്വയം ബോധം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഡിക്ലൈൻഡ് അരിസ്ട്രോക്രസി, ഏകാധിപത്യത്തിന്റെ അവസാനവും ജനാധിപത്യ ചിന്താഗതിയുടെ ജനനവും. അതായത് ജനാധിപത്യത്തിൽ സമൂഹം ചിന്തിക്കാൻ, ഡെമോക്രസിക്ക് പ്രാധാന്യം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. ക്ലാസ്, വർഗപരമായിട്ടുള്ള വ്യത്യാസം ആദ്യം വളരെ റിജിഡ് ആയിരുന്നു, എന്നാൽ പിന്നീട് അത്ര റിജിഡ് അല്ല, അതായത് അത്ര സ്ട്രിക്റ്റ് അല്ലാതെ അത് മാറി. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വന്തം രാജ്യം എന്നുള്ള ഒരു പാട്രിയോട്ടിസം, നാഷണൽ ഫീലിംഗ് കൂടുതൽ സ്ട്രോങ്ങർ ആയി. ദി റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1918, ഇതിലൂടെ 21 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാർക്കും യൂണിവേഴ്സൽ മെയിൽ സഫറേജ്, അതായത് വോട്ടവകാശം സാധ്യമായി. എന്നാൽ സ്ത്രീകൾക്കത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് വോട്ടവകാശം കിട്ടിയത്. പിന്നീട് അതിൽ മാറ്റം വരുന്ന 1928 എല്ലാ സ്ത്രീകൾക്കും, 21 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം സാധ്യമായി. മറ്റൊന്ന്, തൊഴിലാളി രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് ലേബർ പാർട്ടി ആയിരുന്നു. മറ്റൊന്ന്, യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ആക്രമണങ്ങളും വിപ്ലവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ട് വളരെ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇംഗ്ലണ്ടിൽ മറ്റു കൺസേൺസ്, അതായത് വളർന്നുവരുന്ന റൈസ് ഓഫ് സോഷ്യലിസത്തെ കുറിച്ചൊക്കെ കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും, വളർന്നുവരുന്ന ലേബർ മൂവ്മെന്റ്, ബ്രിട്ടനിൽ വളർന്നു വന്ന ലേബർ മൂവ്മെന്റിലൊക്കെ കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിലും വളരെ സമാധാനപരമായിട്ടാണ് ഇംഗ്ലണ്ട് ഈ ഒരു വേൾഡ് വാറിന്റെ ബിറ്റ്വീൻ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോയത്. മറ്റൊന്ന്, നമുക്കറിയാം, ജോർജ് ഫിഫ്ത്ത്, കിങ് ആയിട്ടുള്ള ജോർജ് ഫിഫ്ത്തിന് വളരെയധികം പൗരന്മാരിൽ നിന്ന് വളരെയധികം സപ്പോർട്ട് ലഭിച്ചു. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ജനാധിപത്യ സമീപനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ലേബർ പാർട്ടി രാഷ്ട്രീയ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ ഒഫീഷ്യൽസിനോടൊക്കെ തന്നെ ഒരു ഫ്രണ്ട്ലി സമീപനമാണ് സ്വീകരിച്ചത്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ലോയിഡ് ജോർജിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് അയർലൻഡിന്റെ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്ന പരിഹാരത്തിന് ഗവൺമെന്റ് ഓഫ് അയർലൻഡ് ആക്ട് 1920, ഈ ഒരു ആക്ടിന്റെ ഇംപ്ലിമെന്റേഷന് ഏറ്റവും അധികം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തിയത് ലോയിഡ് ജോർജ് ആണ്. അതിലൂടെ അയർലൻഡിന്റെ സൗത്ത് അയർലൻഡ് എന്നും നോർത്ത് അയർലൻഡ് എന്നും പാർട്ടീഷൻ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇത്രയൊക്കെയാണ് ബ്രിട്ടന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബ്രിട്ടൻ ബിറ്റ്വീൻ ദ വേൾഡ് വാർസ്,
യുദ്ധമില്ലാതിരുന്ന ആ കാലഘട്ടങ്ങൾക്കിടയിൽ ബ്രിട്ടന്റെ അവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്തത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന ടോപ്പിക്ക് നോക്കാം. അടുത്തത് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം ലേബർ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തൊരു സിസ്റ്റമാണ്. ഇതിലൂടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ ആരോഗ്യ തൊഴിൽ രംഗത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു സിസ്റ്റമാണ്. ഈ ഇന്റർവാർ പീരീഡ് കാലഘട്ടങ്ങൾക്ക് ഇടയിൽ ഒരുപാട് അൺഎംപ്ലോയ്മെന്റുകൾ ഉണ്ടായി നമ്മൾ കണ്ടു. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റും ഹൗസിംഗ് ഇഷ്യൂസും ഒക്കെ ആയിരുന്നു പാർലമെന്റ് ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലൂടെ ഒരുപാട് വർക്കേഴ്സ് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധിച്ചു അതിനുശേഷം. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങൾ, അതായത് 1939 കണക്കുകൾ റിപ്പോർട്ടുകൾ പറയുന്നത് ബ്രിട്ടന്റെ സാമൂഹിക സേവനങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുന്നുണ്ട്. ടാക്സസുകളൊക്കെ നികുതികൾ വർദ്ധിപ്പിച്ചു. പ്രധാനമായിട്ടും അൺഎംപ്ലോയ്മെന്റ് കൂടുതൽ കണ്ടത് ഇൻഡസ്ട്രീസ്, വ്യാവസായിക മേഖലയിൽ, കോൾ ഇൻഡസ്ട്രീസിലൊക്കെയാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് വർദ്ധിച്ചു. ഫൈനാൻഷ്യൽ ക്രൈസിസ് കൂടിയ ഒരു കാലഘട്ടമാണ്. ഇതൊക്കെയാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ അവസ്ഥ ഇന്റർവാർ പീരീഡിൽ ഉണ്ടായത്. ഹൗസിംഗ് ആൻഡ് ടൗൺ പ്ലാനിംഗ് ആക്ടിലൂടെ 1919 ആക്ടിലൂടെ പുതിയ സ്ലമ്മുകൾക്ക് പകരം, ചേരികൾക്ക് പകരം പുതിയ ഹൗസുകൾ റീപ്ലേസ് ചെയ്യാൻ ലോക്കൽ അതോറിറ്റീസിന് നിർദ്ദേശം നൽകി. മൾട്ടി യൂണിറ്റ് കൗൺസിലിംഗ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. മറ്റൊന്ന് ഗ്രോത്ത് ഓഫ് സബർബ്സ് ആണ്. അതായത് സിറ്റിയിൽ, സബർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റികളുടെ വളർച്ച, സിറ്റിയിൽ തന്നെ താമസിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം, അത് അങ്ങനെയുള്ള ഒരു വിഭാഗം വളർന്നു വന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ഓൺ ചെയ്യാം, സ്വന്തമായിട്ട് ഹൗസുകൾ ഓൺ ചെയ്യുക എന്നുള്ളതൊക്കെ, അതിനുവേണ്ടി മണി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ജനങ്ങൾ തുടങ്ങിയത്. വെൽഫെയർ സ്റ്റേറ്റിന്റെ, അതായത് രാഷ്ട്രീയ സിറ്റുവേഷൻസ് നോക്കാം. കൺസർവേറ്റീവ് പാർട്ടിയാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ കൺസർവേറ്റീവ് ഗവൺമെന്റിൽ ബോണാർ ലോയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് 1922. എന്നാൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 1923 അധികാരത്തിൽ വരുന്നത് സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. അദ്ദേഹം 3 ടേമുകളിൽ അദ്ദേഹം PM ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. അതിന്റെ പ്രധാന കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള നയങ്ങളാണ്. അദ്ദേഹത്തിന്റെ നയങ്ങൾ പ്രധാനമായിട്ടും സാമൂഹ്യ നവോത്ഥാനങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടന്റെ സാമൂഹിക സിറ്റുവേഷൻസിന്റെ ഒരു സ്ഥിരത കൊണ്ടുവരാൻ പറ്റുന്ന നയങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 3 ടേംസിൽ അദ്ദേഹം PM ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും കണ്ടത് ഇന്റർവാർ കാലഘട്ടങ്ങളിൽ ബ്രിട്ടന്റെ ഈ വെൽഫെയർ സ്റ്റേറ്റിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്രദമായാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.